കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നപ്പോൾ കുറേ ന്യൂസുകൾ, അപ്ഡേറ്റ്സ്, ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ്, കാര്യങ്ങളൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കുറച്ച് നാളുകൾ എനിക്കൊന്ന് 8-10 ദിവസം ഞാൻ കുറച്ചൊന്ന് ബിസി ആയിപ്പോയി. അപ്പോൾ തീർച്ചയായിട്ടും ബാക്ക് ടു ട്രാക്ക് കുറച്ച് അപ്ഡേറ്റുകൾ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ നമ്മളെ കണ്ടു. നമ്മുടെ പ്രോഗ്രാം ദിവസം കുറേ ആൾക്കാർ കണ്ടു ചോദിച്ചായിരുന്നു വീഡിയോസ് ഇപ്പോൾ ഇല്ല അല്ലേ എന്നുള്ള രീതിയിൽ. സോ ഗൈസ്, തിരിച്ചു വന്നിരിക്കുകയാണ്. ചാനൽ ആദ്യമായിരിക്കും ഇൻഫോർമേറ്റീവ് കുറിച്ച് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ എന്നെ വിളിയാ ഷെയർ ചെയ്യാം. സോ നമ്മൾ ഇത്ര ദിവസം വീഡിയോ ചെയ്യാതിരുന്നതിൻ്റെ മെയിൻ കാരണം കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു. അജയൻ്റെ രണ്ടാം വർഷം എന്നുള്ള പടത്തിൻ്റെ ഇന്റർനാഷണൽ പ്രീ ലോഞ്ച് നമ്മളിവിടെ നടത്തി. ടോവിയും അതുമാത്രമല്ല ജിതിൻ, അങ്ങനെ പല ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു ബ്രഹ്മാണ്ഡ ഇവന്റ് തന്നെ നമ്മളിവിടെ നടത്തിയായിരുന്നു. സോ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഹിറ്റായി. അപ്പോൾ ഇനി പുതിയൊരു ഇവൻറ്റും കൂടി നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ ലോഞ്ച് ചെയ്യും. എങ്കിലും നമ്മൾ ഇനി വീഡിയോസ് വിടുന്നില്ല. വീഡിയോസ് കുറച്ച് ദിവസം വിട്ടപ്പോൾ തന്നെ പലരും നമ്മളോട് ചോദിച്ചു വന്നു തുടങ്ങി. സോ നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റുകൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇത്ര ദിവസം നമ്മൾ നോക്കാതെ പോയ കുറേ അപ്ഡേറ്റുകൾ നിങ്ങൾ പലരും എൻ്റെ അടുത്ത് ഒരു ക്ലാരിറ്റി വേണമെന്ന് ചോദിച്ച അപ്ഡേറ്റുകൾ ഇതൊക്കെയാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നല്ലൊരു ന്യൂസിലൂടെ തന്നെ തുടങ്ങാം. നമുക്കറിയാം, വർക്കേഴ്സ് റൈസ് ടു 4-day വീക്ക് കുഡ് ബി സ്ട്രെങ്തൻഡ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ന്യൂസ് കേട്ടിട്ട് പലരും നമ്മളോട് ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ചാൽ ഇനി 4 ദിവസമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ക്ലാരിറ്റി ഞാൻ ഇത്ര ദിവസം ഈ പരിപാടിയുടെ പുറകെ നടക്കുന്നതുകൊണ്ട് തന്നെ ഞാനിത് ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോറി. അപ്പോൾ ഫസ്റ്റ് ഞാനിത് ഇപ്പോൾ പലരും അവിടെ ഇവിടെയൊക്കെ ഈ പോസ്റ്റും സ്റ്റാറ്റസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് 4 ദിവസമാണ് വീക്കിലി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതങ്ങനെയല്ല. ശരിക്കും ഒരു ക്ലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഈ കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് നമുക്ക് പുതിയ നിയമങ്ങൾ വന്നപ്പോൾ തന്നെ ഫ്ലെക്സിബിളായിട്ട് ഷിഫ്റ്റ് എടുക്കാനുള്ള അവകാശം UK-ലെ എംപ്ലോയീസിന് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ചില എംപ്ലോയേഴ്സ് അത് കൊടുക്കാറില്ല. ഓക്കെ, കാരണം ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അത് വേറൊരു വശം. നമുക്ക് ചില എംപ്ലോയേഴ്സ് ചോദിച്ചാൽ കൊടുക്കാറില്ല. 5 days 7 days ഒക്കെ പണിയെടുക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ റേറ്റ് അനുസരിച്ചിട്ട് ഫ്ലെക്സിബിളായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ക്ലാരിറ്റി എന്നുള്ള ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 days വീക്ക് മാത്രമേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല. ഓക്കെ, നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ 8 മണിക്കൂറിൻ്റെ ഷിഫ്റ്റ് വെച്ചിട്ട് നിങ്ങൾ 5 ദിവസം 6 ദിവസം ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം അത് 4 days'ലാക്കി ചുരുക്കി തരാനായിട്ട് എന്നുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ 4 days വീക്ക് മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ, 12 മണിക്കൂറിൻ്റെ 4 days അത് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഷിഫ്റ്റ് ആക്കി കൊടുക്കാൻ ഇവിടുത്തെ എംപ്ലോയേഴ്സ് ബാധ്യസ്ഥനാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതൊരു നിർബന്ധമായിട്ടുള്ള ഇല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസും ഇനി 4 ദിവസം പണി കൊടുത്താൽ മതി എന്നുള്ളത് അല്ല എന്നാണ് നമുക്ക് ഈ ന്യൂസുകൾ BBC ആണെങ്കിലും ഇൻഡിപെൻഡൻറ്റ് UK ആണെന്നുണ്ടെങ്കിലും അവരെല്ലാം പറഞ്ഞിരിക്കുന്ന ന്യൂസുകൾ അനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലായത്. സോ ഇതിനകത്ത് ഇവിടെയും വാദപ്രതിവാദങ്ങളും ഓരോ ബിസിനസ്സിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു പുതിയ റൂള് നമുക്കറിയാം ഏപ്രിലിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് എന്നുള്ളതിന് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇല്ലെങ്കിൽ വർക്കേഴ്സിന് റൈറ്റ്സിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു എന്നുള്ളതിൽ തീർച്ചയായിട്ടും അതിപ്പോൾ 4 days ആണെങ്കിൽ കൂടി ഇപ്പം നിങ്ങൾക്കിപ്പോൾ 12 hours ഇല്ലെങ്കിൽ 8 hours വർക്ക് ചെയ്യുന്നത് 12 hours ഇല്ലെങ്കിൽ അങ്ങനെ ആക്കി മാറ്റാനോ ഇല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അത് അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് ഉദ്ദേശിച്ചിട്ടില്ല. ഓക്കെ, ഇനി മൈഗ്രേഷൻ്റെ നമുക്ക് നോക്കുവാണെങ്കിൽ വലിയ മൈഗ്രേഷൻ്റെ ചേഞ്ചസോ കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. പലരും ചോദിച്ചത് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയുടെ സാലറി ത്രഷോൾഡ് ഇനി ബാധകമല്ല, അത് ഫ്രീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കുറേ ആൾക്കാർ നമുക്ക് കോൾ ചെയ്ത് വിളിച്ചു. ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് നമുക്ക് എവിടെയാണ് ഫാമിലിയുടെ സാലറി ത്രഷോൾഡ് ബാധകമായിട്ടുള്ളതെന്ന് ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അതാണ് നമ്മൾ എത്രയൊക്കെ വീഡിയോ ചെയ്ത് ക്ലാരിറ്റി കൊടുത്താലും സോളിസിറ്റേഴ്സിനെ വെച്ചിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും പലരും വീഡിയോസ് സ്കിപ്പ് ചെയ്യും. ഇതും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീണ്ടും കോള് വരും എനിക്ക്, ചേട്ടാ സാലറി ഇനി ഒരു ഫാമിലി കൊണ്ടുവരാൻ നമുക്ക് 38,700 കൊണ്ട് ബാധകമല്ലല്ലോ എന്ന് ചോദിച്ചു വരും. അത് നമ്മുടെ സോളിസിറ്റേഴ്സ് വളരെ വ്യക്തമായിട്ട് തന്നെ ക്ലാരിറ്റി കൊടുത്തിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഇവിടെ PR-ഉം സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാരുടെ കേസിലാണ് 38,700 എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ അന്ന് ഹോം ഓഫീസിൻ്റെ വെബ്സൈറ്റിലും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്ത് നമ്മുടെ സോളിസിറ്ററും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് ഫ്രീസ് ചെയ്തു, അതുള്ളത് തന്നെയാണ് അത്. പക്ഷേ നമ്മൾ ഫ്രീസ് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമില്ല. എനിക്ക് ഇവിടെ സിറ്റിസൺ അവർക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് ഗുണം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പച്ചയായിട്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂസ് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബ്രെക്സിറ്റ് ഫെയിൽഡ് എന്നുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. ടോണി ബ്ലെയർ ആണ് ആ ഒരു ന്യൂസ് ഇല്ലെങ്കിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇമിഗ്രേഷൻ അപ്ഡേറ്റിനകത്ത് ഈ ബ്രെക്സിറ്റ് കാരണമാണ് UK-ലേക്ക് മാസ് മൈഗ്രേഷൻ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാനും എഗ്രി ചെയ്യുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും മാസങ്ങൾ മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, UK-യിൽ ബ്രെക്സിറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു അവസരം കിട്ടിയത്. ഇൻ കേസ് ബ്രെക്സിറ്റ് നടന്നില്ലെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഇപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കില്ല. കാരണം വെച്ചാൽ ഓൾറെഡി ഇവിടെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഈ മറ്റ് കൺട്രീസിലേക്ക് പോകുന്ന പോലെ നേഴ്സുമാർക്കും ഇങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള IT പ്രൊഫഷണൽസിന് മാത്രമായിരിക്കും ഇങ്ങോട്ട് വരാനുള്ള സാധ്യത ഉണ്ടാവുമായിരുന്നു. ബ്രെക്സിറ്റ് നടന്നപ്പോൾ ഇവിടെ ഭയങ്കരധികം ഷോർട്ടേജ് വന്നു. ഇവിടെയുള്ള ആൾക്കാരെ തിരിച്ച് പറഞ്ഞയച്ചപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ട് ഇവർ ഓപ്പൺ ആക്കി. അതുകൊണ്ട് മാസ് മൈഗ്രേഷൻ ഇവിടെ കൂടി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണ്ട് വറി. അപ്പോൾ മാസ് മൈഗ്രേഷൻ കൂടിയതിൽ അല്ലെങ്കിൽ ബ്രെക്സിറ്റ് നടന്നതിൽ നമ്മൾ ഹാപ്പി ആയിരിക്കേണ്ടതാണ്, സന്തോഷം. അത് മാത്രമല്ല, മറ്റൊരു ഇമിഗ്രേഷൻ അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ലേബർ ഗവൺമെന്റ് വന്നിട്ട് നമുക്കറിയാം ചാനൽ ക്രോസിംഗ് അത് വളരെ വലിയ രീതിയിൽ കൂടി വരുന്നു എന്നുള്ള ന്യൂസുകൾ നമ്മളെല്ലാം പല വീഡിയോസിലൂടെയും ഇല്ലെങ്കിൽ നമ്മൾ പല ന്യൂസുകളും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്കറിയാം ഈ അടുത്ത കുറച്ച് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ചാനൽ മീൻസ് അതായത് നമ്മുടെ ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് ബോട്ട് മുങ്ങിയിട്ട് കുറച്ച് പേര് മരിച്ചു എന്നുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. വളരെ സാഡ് ന്യൂസുകളാണ്. അപ്പോൾ ഇതിനിടയിൽ പീപ്പിൾ സ്മഗ്ലേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോം ഓഫീസ് പീപ്പിൾ സ്മഗ്ലേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ന്യൂസും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ലേബർ ഗവൺമെന്റ് ഇതിനെതിരെയുള്ള ഒരു കടിഞ്ഞാൻ ഇടാനുള്ള ഒരു തത്രപ്പാട് ഇവിടെ കാണിക്കുന്നുണ്ട്. എങ്കിലും ചില പോരായ്മകളുണ്ട്. എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പുതിയ ന്യൂസുകൾക്ക് വേണ്ടി കാതോർത്ത് വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, UK ഹോം ഓഫീസ് പ്ലാൻ ഓവർഹോൾ ഓഫ് സെക്യൂർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ്. അതായത് പുതിയ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് UK ഹോം ഓഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നു. അതിന് £1.13 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് കേട്ടോ ഇതിനകത്ത്. ഇത് തീർച്ചയായിട്ടും പുതിയ പ്രപ്പോസലാണ്. ഇപ്പോൾ IELTS-ഉം OET-യും PT-യും ഇതൊക്കെ ഉള്ള സ്ഥലത്ത് നമുക്ക് അതിന് പകരമായിട്ട് പുതിയൊരു സെക്യൂർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് കൊണ്ടുവരാനായിട്ട് പോകുന്നു. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ മേഖലകളിലും ചൂഷണമുണ്ട്. സോ ഈ മേഖലയിലും ചൂഷണങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഹോം ഓഫീസ് അതിനെതിരെ ഒരു തടയിടാനായിട്ട് ഹോം ഓഫീസ് ഡയറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിന്റെ പരിപാടികളും വളരെ ഈസി ആയിട്ടും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ഫിസിക്കലി പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ പ്രസൻസ് വേണ്ട, ഇല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം വേണ്ട ഒരു ടെസ്റ്റ് ആയിരിക്കും കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനി വരുന്ന എനിക്ക് തോന്നുന്നു UK-ലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ പറഞ്ഞ ടെസ്റ്റിന്റെ ആവശ്യം വരും. പക്ഷെ ഇത് എപ്പോൾ വരും എന്നുള്ളൊരു കാര്യം എവിടെയും പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ടെസ്റ്റ് ID വെരിഫിക്കേഷൻ സർവീസ് കാര്യങ്ങളും എല്ലാം എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. ടെസ്റ്റും സെന്റേഴ്സും അതൊക്കെ എവിടെയായിരിക്കും സെന്റേഴ്സ് വരുന്നത്, എപ്പോഴായിരിക്കും നിലവിൽ വരുന്നത്, എങ്ങനെയായിരിക്കും ടെസ്റ്റുകൾ എന്നുള്ളതെല്ലാം വരുന്ന ദിവസങ്ങളിൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇങ്ങനെയുള്ള മേഖലകളിൽ ഉണ്ടാകുന്ന ചൂഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല തീരുമാനമാണ്. ഇപ്പോൾ ഇനി വരുന്ന വർക്ക് വിസയിൽ വരുന്നവർക്ക് ഈ ടെസ്റ്റുകളുടെ ആവശ്യമുണ്ടോ, അതിന് ഇനിയിപ്പോൾ UK-നാർക്ക് തന്നെ മതിയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കൊന്നും അറിയില്ല. ഇപ്പോൾ ഉള്ള നിയമങ്ങൾ തന്നെയാണ്. UK-നാർക്ക് കാര്യങ്ങളെല്ലാം മതി, IELTS OET മതി. പക്ഷേ ഇത് എപ്പോൾ നിലവിൽ വരുന്നുള്ള കാര്യം നമ്മൾ വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ചെറിയ ന്യൂസുകളാണ്, വലിയ ന്യൂസുകളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ന്യൂസുകളാണ്. പോസിറ്റീവായിട്ടുള്ള UK-യിലെ മൈഗ്രേഷൻ നിയന്ത്രിക്കാനും അതേപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ യെസ്, ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ് ഇത്രയേ ഉള്ളൂ. സോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാണാം ഗൈസ്.